നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. പാമ്പാടിയെ ചുവപ്പണിയിച്ച് CPM കോട്ടയം ജില്ലാ സമ്മേളനം. പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു. 289 ജനപ്രതിനിധികളും 38 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും 5 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും 5 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പങ്കെടുക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ BJP നേരിട്ടത് ഹിന്ദുത്വ രാഷ്ട്രമെന്ന അജണ്ട ലക്ഷ്യമിട്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ ഭരണഘടന വേണമെന്ന് പറയുന്നവർ തന്നെ അംബേദ്കറെ പോലെയുള്ളവരെ വെറുപ്പോടെ കാണുന്നുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ. ക്യാൻസർ റേഡിയേഷൻ ചികിത്സാ സൗകര്യമുള്ള ജില്ലയിലെ ഏക ഗവൺമെന്റ് ആശുപത്രിയായി പാല. പുതിയതായി പണിയുന്ന ഓങ്കോളജി ബ്ലോക്കിന്റെ നിർമ്മാണത്തിന് 2.45 കോടി രൂപയുടെ ഭരണാനുമതി തുക അനുവദിച്ചത് MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന്. വാർത്തകൾ വിശദമായി. CPM കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു. പാമ്പാടി കത്തീഡ്രൽ പള്ളി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിമർശനവും സ്വയം വിമർശനവുമാണ് CPM സമ്മേളനത്തിൽ നടക്കുന്നതെന്നും അതുണ്ടായില്ലെങ്കിലാണ് വാർത്തയാകേണ്ടതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കോട്ടയം ജില്ലയിലെ മുതിർന്ന CPM നേതാക്കളും മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ വൈക്കം വിശ്വൻ പതാക ഉയർത്തിയതോടെയാണ് 3 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന CPM കോട്ടയം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത്. പാമ്പാടി തട്ടിൽപ്പള്ളി ഓഡിറ്റോറിയത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ആരംഭിച്ച പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിമർശനവും സ്വയം വിമർശനവുമാണ് CPM സമ്മേളനത്തിൽ നടക്കുന്നതെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഓരോ സമ്മേളനങ്ങളിലും തിരുത്തൽ പ്രക്രിയയാണ് നടക്കുന്നത്. വിമർശനം മാത്രമല്ല, അതിനുള്ള മറുപടിയും സമ്മേളനങ്ങളിൽ ഉണ്ടാകാറുണ്ട്. പാർട്ടിയുടെ വളർച്ചയ്ക്കാണ് വിമർശനവും സ്വയം വിമർശനവും എന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ സമ്മേളനവും കൃത്യമായ ധാരണയനുസരിച്ച് ഒരു പുതുക്കൽ പ്രക്രിയയാണ് നടക്കുക. അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം വിമർശനവും സ്വയം വിമർശനവുമാണ്. അതുകൊണ്ട് ഈ വാർത്ത എഴുതുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വിമർശനവും സ്വയം വിമർശനവും ഇല്ല എന്നതാണ് വാർത്ത. അല്ലാണ്ട് പാർട്ടി തന്നെ കൃത്യതയോടുകൂടി സംഘടനാപരമായി രാഷ്ട്രീയമായി കഴിഞ്ഞ 3 വർഷക്കാലം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമെന്താണ്, നേട്ടമെന്താണ്, കോട്ടമെന്താണ്, വിമർശനാത്മകമായ രീതിയിൽ ഓരോന്നിനെയും സമീപിക്കാനും സ്വയം വിമർശനപരമായി ഓരോന്നിനെയും തിരുത്താനും കൂട്ടായ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് ഈ രീതിയിൽ പുതുക്കാനും പാർട്ടി സംഘടനാപരമായ ഉത്തരവാദിത്വങ്ങളാണ് പാർട്ടി സമ്മേളനങ്ങളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. 289 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇതോടൊപ്പം 5 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും 5 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും 38 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിന് ശേഷം ജില്ലയിൽ നടന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങളും മുന്നണിയിലെ ഘടകകക്ഷി ബന്ധങ്ങളും ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. 5-ന് വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ഹിന്ദുത്വ രാഷ്ട്രം എന്ന അജണ്ട ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ BJP നേരിട്ടതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇതിനായി രാമക്ഷേത്രത്തെ വരെ വർഗീയപരമായി അവർ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു. പാമ്പാടിയിൽ നടക്കുന്ന CPM കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSSന്റെ 100ാം വാർഷികത്തിൽ ഹിന്ദുത്വ രാഷ്ട്രമുണ്ടാക്കാം എന്നതായിരുന്നു BJPയുടെ അജണ്ട. ഇതിനായി രാമക്ഷേത്രത്തെ വരെ വർഗീയപരമായി അവർ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു. എന്നിട്ടും രാമക്ഷേത്ര ഭൂമി ഉൾപ്പെടുന്ന ഫാസിയാബാദിൽ സമാജ്വാദി പാർട്ടി ജയിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായെന്നും BJPയുടെ വർഗീയ അടവ് നയത്തിന് ഏറ്റ തിരിച്ചടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ഭരണം നേടാൻ ശ്രമിച്ചില്ല, ഇപ്പോഴും ശ്രമിക്കുന്നില്ല. ശരിയായ രീതിയിൽ BJPയെ പ്രതിരോധിക്കുവാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ചാതുർവർണ്ണ സ്വഭാവത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന വേണമെന്ന് പറയുന്ന അമിത്ഷായ്ക്ക് അംബേദ്കർ എന്ന പേര് കേൾക്കുന്നത് പോലും സഹിക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. മനുസ്മൃതിയെ അടിസ്ഥാനമാക്കിയുള്ള ഭരണഘടന വേണമെന്ന് പറയുന്ന അവർ സനാതനധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെയാണ് പ്രയോഗിക്കുന്നതെന്നും പറഞ്ഞു. CPM കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം പാമ്പാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സനാതന ധർമ്മം എവിടെ? കേരളത്തിലെ കർഷക തൊഴിലാളികൾ, കൃഷിക്കാരുൾപ്പെടെയുള്ള ഈ വിഭാഗം സനാതന ധർമ്മത്തിന്റെ ഭാഗമായിട്ട് ഉച്ചസ്ഥിതിയിലേക്ക് മുമ്പോട്ടേക്ക് വന്നവരാണോ? ശുദ്ധ സംബന്ധങ്ങളിൽ ക്ഷണിക്കുക,
ഇന്ന് ചന്ദ്രു പറഞ്ഞിട്ടുണ്ട്, ഒന്നും മനസ്സിലാക്കാണ്ടാണ് ഈ പദം തന്നെ ഉപയോഗിക്കുന്നത്. സനാതന ധർമ്മം എന്ന് പറയുന്ന പദം തന്നെ ഉപയോഗിക്കുന്നത് അതിന്റെ അക്ഷരം പോലും മനസ്സിലാക്കാതെയാണെന്നാണ്. ടിക്കറ്റുകളിൽ അതിന്റെ കൃത്യമായ ഹിന്ദുത്വത്തിന്റെ ഭാഗമായിട്ടുള്ള ശരിയായ വ്യവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ നീക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ സനാതന ധർമ്മത്തിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് തലത്ത് പറഞ്ഞ വേദം, ഉപനിഷത്തുകൾ, തത്വമസി, ഇതൊക്കെയാണ് സനാതന ധർമ്മം. ക്ഷേത്ര ആചാരം മാറ്റാൻ പാടില്ല എന്ന് സുകുമാരൻ നായർ പറയുന്നു. എന്നാൽ ആചാരം മാറ്റിയില്ലായിരുന്നെങ്കിൽ മന്നത്ത് പത്മനാഭൻ ഉണ്ടാകില്ലായിരുന്നുവെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ബൃഹത്തായ ആശയങ്ങൾ ഉൾപ്പെടുത്തി അധിഷ്ഠിതരായ ജനവിഭാഗങ്ങൾക്കൊപ്പം നിലകൊണ്ട് അനാചാരങ്ങൾക്കെതിരായി പോരാടിയ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭനെന്നും അദ്ദേഹം ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ നിന്നും മാറിയതുകൊണ്ടാണ് നാട്ടിൽ ഇത്തരം മാറ്റങ്ങൾ വന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. CPM കോട്ടയം ജില്ലാ സമ്മേളനത്തിന് പാമ്പാടിയിൽ തുടക്കമായി. വ്യാഴാഴ്ച ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിച്ച കയർ, പതാക, കൊടിമര, ബാനർ ജാഥകൾ സമ്മേളന നഗരിയിൽ എത്തി. തുടർന്ന് നടന്ന സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. CPIM കോട്ടയം ജില്ലാ സമ്മേളനത്തിന് പാമ്പാടിയിൽ കൊടി ഉയർന്നു. സ്വാഗത സംഘം ചെയർമാൻ KM രാധാകൃഷ്ണൻ പൊതുസമ്മേളന നഗറിൽ പതാക ഉയർത്തി. ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ പതാക, കൊടിമര, ബാനർ ജാഥകൾ പാമ്പാടിയിൽ സംഗമിച്ചതിനു ശേഷമാണ് പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തിയത്. ബസ് സ്റ്റാൻഡ് മൈതാനത്ത് നടന്ന ചടങ്ങിൽ മുതിർന്ന CPIM പ്രവർത്തകരെ ആദരിച്ചു. ചടങ്ങ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ചുടുചോരകൾ നെഞ്ചിൽ തെറിക്കുമ്പോഴും അവർ ഇൻകുലാബ് വിളിച്ചുകൊണ്ടിരുന്നു. അവരെ ഉരുക്കുമനുഷ്യാംസത്തെ ചുട്ടേരിച്ച നേരത്തും ഉയർത്തി ഞങ്ങൾ ചെറുത്തുനിൽ പിൻവാരിക്കൊണ്ട്. അങ്ങനെയാണ് ഈ മഹത്തായ പ്രസ്ഥാനം എണ്ണിയാരോടിങ്ങാത്ത സമരമുഖങ്ങളിൽ കൂടി ആർജിച്ച കരുത്തും അതിൻ്റെ ഊർജ്ജസ്വലതയും എല്ലാം ചേർന്ന് ഈ മഹത്തായ പ്രസ്ഥാനം അധ്വാനിക്കുന്നവൻ്റെ പണിയെടുക്കുന്നവൻ്റെ പാടത്തും പറമ്പിലും പണിശാലകളിലും പണിയെടുക്കുന്ന ജനകോടികളുടെ ഹൃദയത്തുടിപ്പുകൾക്ക് രൂപവും ഭാവവും നൽകി മുന്നോട്ട് വന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെ പാർട്ടിയായി വളരാൻ കഴിഞ്ഞിരിക്കുന്നു. ജില്ലാ സെക്രട്ടറി AV റസൽ അധ്യക്ഷനായി. സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പുതുപ്പള്ളി ഏരിയ ആതിഥ്യമരുളുന്ന ജില്ലാ സമ്മേളനമാണിത്. പ്രതിനിധി സമ്മേളനം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നടക്കും. പാമ്പാടി കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ആരംഭിച്ച പ്രതിനിധി സമ്മേളനം വെള്ളിയാഴ്ച രാവിലെ 9:30 സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. 289 ജനപ്രതിനിധികളും 38 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രതിനിധി സമ്മേളന നഗറിലേക്കുള്ള ദീപശിഖ ജാഥ രാവിലെ 7-ന് നീണ്ടൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും എത്തി. KN വേണുഗോപാൽ ക്യാപ്റ്റനായ ജാഥ അഡ്വക്കേറ്റ് K അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പാലാ ജനറൽ ആശുപത്രിയിൽ പുതുതായി തുടങ്ങുന്ന ക്യാൻസർ റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്കിന്റെ നിർമ്മാണത്തിനായി MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2.45 കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചതായി ജോസ് കെ മാണി MP അറിയിച്ചു. കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. പാലാ KM മാണി മെമ്മോറിയൽ ജനറൽ ഹോസ്പിറ്റലിൽ പുതുതായി സ്ഥാപിക്കുന്ന ക്യാൻസർ ആശുപത്രിയുടെ റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്കിന്റെ നിർമ്മാണത്തിനായി പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 2.45 കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചതായി ജോസ് കെ മാണി MP അറിയിച്ചു. കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. റേഡിയേഷൻ അടക്കമുള്ള ചികിത്സാ സൗകര്യം ഉറപ്പാക്കുന്നതിലെ തടസ്സം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ജോസ് കെ മാണി വിഷയത്തിൽ ഇടപെട്ടത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത്, നാഷണൽ ഹെൽത്ത് മിഷൻ, പാലാ നഗരസഭ എന്നിവർ സംയുക്തമായി ചേർന്ന് ടെലികോബാൾട്ട് യൂണിറ്റ് വാങ്ങാൻ തുക ഡെപ്പോസിറ്റ് ചെയ്തെങ്കിലും മെച്ചപ്പെട്ട കെട്ടിട സൗകര്യമില്ലാത്തതിനാൽ യൂണിറ്റ് സ്ഥാപിക്കാനായില്ല. ഇത് രോഗികൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്ക് നിർമ്മിക്കാൻ MP ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചത്. സംസ്ഥാനത്ത് തന്നെ ഒരൊറ്റ പ്രൊജക്ടിനായി MP ഫണ്ടിൽ നിന്നും 2 കോടിയിലധികം ചെലവഴിക്കുന്നതും ഇത് ആദ്യമാണ്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ജില്ലയിലെ ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലുകളിൽ ക്യാൻസർ റേഡിയേഷൻ സൗകര്യമുള്ള ആദ്യ ഹോസ്പിറ്റലായി പാലാ മാറും. കോബാൾട്ട് ടെലിതെറാപ്പി യൂണിറ്റ്, റേഡിയേഷൻ തെറാപ്പി പ്ലാനിംഗ് റൂം, മൗൾഡ് റൂം, ഔട്ട് പേഷ്യന്റ് കാത്തിരിപ്പ് കേന്ദ്രം തുടങ്ങിയവ കൂടാതെ റേഡിയോ തെറാപ്പി സിമുലേറ്റർ, ബ്രാക്കി തെറാപ്പി യൂണിറ്റ്, ബ്രാക്കി തെറാപ്പി മൈനർ ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയ സൗകര്യങ്ങൾ കൂടി ഭാവിയിൽ ഉൾക്കൊള്ളുന്ന വിധത്തിലാവും കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുകയെന്ന് ജോസ് കെ മാണി പറഞ്ഞു. കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കേന്ദ്ര അറ്റോമിക് എനർജി വിഭാഗം ആധുനിക റേഡിയേഷൻ സംവിധാനം ഒരുക്കുന്നതിനായി അനുവദിച്ച 5 കോടി രൂപയുടെ ഗ്രാന്റ് കൂടി ലഭ്യമാക്കും. ന്യൂസ് ബ്യൂറോ, പാലാ.
പെരിയ കേസിലേത് വിധി അവസാന വിധിയല്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. CPMലെ കൂടുതൽ പേരെ പ്രതി ചേർത്തെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. പെരുങ്കളിയാട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായെന്ന് CBI ഡയറിയിൽ തന്നെയുണ്ട്. CPM ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കാനായിട്ടില്ല. പോലീസ് കണ്ടെത്തിയതിൽ കൂടുതലൊന്നും CBI കണ്ടെത്തിയിട്ടില്ലെന്നും ശിക്ഷിക്കപ്പെട്ടവർക്ക് മേൽക്കോടതിയെ സമീപിക്കാൻ അവസരമുണ്ടെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. പെരിയ കേസ് വിധി അതൊരു അവസാന വിധിയാണെന്ന് കണക്കാക്കാൻ പറ്റില്ല. നീതിപീഠത്തെ സമീപിക്കുന്നതിനുള്ള അവസരങ്ങൾ അതിനകത്തുണ്ട്. ഇതിൽ ഉയർന്നു വന്നിട്ടുള്ളൊരു പ്രശ്നം CPMനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കൂടുതൽ ആളുകളെ പ്രതി ചേർത്തു എന്നുള്ളതാണ്. ഈ കേസിൽ അങ്ങനെ പ്രതി ചേർത്തിട്ടുള്ള പലരും ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. നേരത്തെ അവിടെ ഒരു ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് പെരുങ്കളിയാട്ടം എന്ന ഉത്സവവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നതായി CBIയുടെ കേസ് ഡയറിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CPMനെതിരായിട്ടുള്ള ഗൂഢാലോചന പൊളിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം. CPIM ഈ കേസിൽ ഗൂഢാലോചന നടത്തി പ്രതികളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്ന പ്രശ്നം ഈ കേസിൻ്റെ വിധിയുടെ ഭാഗമായിട്ട് തന്നെ പൊളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് നിയമത്തിന് മുമ്പിൽ പോകുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ട്. പൊൻകുന്നം 20-ാം മൈൽ മുണ്ടയ്ക്കൽ ദേവസ്ഥാനത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ആരംഭിച്ചു. രാവിലെ പള്ളി ഉണർത്തൽ, ഗണപതി ഹോമം എന്നിവയ്ക്ക് ശേഷം തിറക്കാർക്ക് വരവേൽപ്പ് നൽകി. ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ വിഷ്ണുമായ ചാത്തൻ സ്വാമിക്ക് രൂപക്കളമെഴുത്ത് ഞായറാഴ്ച നടക്കും. പൊൻകുന്നം മുണ്ടയ്ക്കൽ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സേവാക്ഷേത്രത്തിന്റെ തിറവെള്ളാട്ട് മഹോത്സവത്തിന് തുടക്കമായി. ഈ മാസം 3, 4, 5 തീയതികളായാണ് തിറവെള്ളാട്ട് മഹോത്സവം. 1-ാം ഉത്സവ ദിനമായ വെള്ളിയാഴ്ച രാവിലെ പള്ളി ഉണർത്തൽ, ഗണപതി ഹോമം എന്നിവയ്ക്ക് ശേഷം തിറക്കാർക്ക് വരവേൽപ്പ് നൽകി. ശനിയാഴ്ചയാണ് തിറവെള്ളാട്ട് ആരംഭം. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കളമ്പാട്ട് നടക്കും. തുടർന്ന് അന്നദാനം ഉണ്ടായിരിക്കും. രാത്രി 11-ന് വല്യച്ഛന്മാരുടെ കളംപൂജ, കളമ്പാട്ട് എന്നിവ നടക്കും. അവസാന ദിനമായ ഞായറാഴ്ച പതിവ് ക്ഷേത്ര പൂജകൾക്ക് ശേഷം പ്രസിദ്ധമായ വിഷ്ണുമായ ചാത്തസ്വാമിക്ക് രൂപക്കളമെഴുത്ത് നടക്കും. വൈകിട്ട് ആചാര്യ ദക്ഷിണ, തിറക്കാർക്ക് യാത്രയയപ്പ്, ആകാശക്കാഴ്ച എന്നിവയ്ക്ക് ശേഷം ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വൈക്കത്ത് നിന്ന് ചെന്നൈക്കും വേളാങ്കണ്ണിക്കും KSRTC ബസ് സർവീസ് ആരംഭിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ ബസ്സുകളിലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ ഡ്രൈവർമാരാക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. തമിഴ്നാട് സ്റ്റേറ്റ് എക്സ്പ്രസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വൈക്കം ചെന്നൈ, വൈക്കം വേളാങ്കണ്ണി ബസ് സർവീസുകൾക്ക് തുടക്കമായി. വൈക്കം KSRTC ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറും തമിഴ്നാട് ഗതാഗത വകുപ്പ് മന്ത്രി SS ശിവശങ്കറും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈക്കത്തേക്ക് ബസ് ഓടിക്കാനുള്ള തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ തീരുമാനം സന്തോഷകരമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. KSRTCയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളോട് ജീവനക്കാരും യാത്രക്കാരും സഹകരിക്കണം. MLA ഫണ്ട് ലഭ്യമാക്കി വൈക്കം ഡിപ്പോയിൽ ഷോപ്പിംഗ് മാൾ അടക്കം പുതിയ കെട്ടിടം പണിയാൻ തയ്യാറാണെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. സ്വകാര്യ ബസ്സുകളിലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ ഡ്രൈവർമാരാക്കാൻ അനുവദിക്കില്ല. ഡ്രൈവിംഗ് ലൈസൻസിൽ ബ്ലാക്ക് മാർക്ക് കൊണ്ടുവരും. 1 വർഷത്തിനിടെ 6 ബ്ലാക്ക് മാർക്ക് വന്നാൽ തനിയെ ലൈസൻസ് റദ്ദാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ നിന്ന് വേളാങ്കണ്ണിക്ക് ഈ ബസ് നന്നായി പോകുന്ന വിശ്വസിക്കും. അതിന് കണക്ഷൻ കൊടുക്കാന്ന് പറഞ്ഞത് അർത്തുങ്കൽ പള്ളിയിൽ നിന്ന് ചേർത്തലയിൽ നിന്നും വരേണ്ട ആളുകൾക്ക് ഈ ബസ് പുറപ്പെടുന്നതിന് മുമ്പ് എത്താൻ കഴിഞ്ഞാൽ ഇതിന്റെ കണക്ഷൻ, ഇതൊരു കണക്ഷൻ ബസ്സായി പോകണം. എല്ലാ വണ്ടി ഇതൊരു വണ്ടി ഓടിച്ചു, ഇതിന്റെ പുറകെ KSRTC ഒരു വണ്ടി ഓടിച്ചു, അല്ലെങ്കിൽ ഇതിന്റെ മുമ്പിൽ കയറ്റി ഓടിച്ചു, ഇതും നശിക്കും അതും നശിക്കും. അങ്ങനെയുള്ള നശീകരണം ഞാൻ പറയാറുണ്ട്. പ്രൈവറ്റ് ബസ് ഞാൻ ഉള്ള കാര്യം എവിടെയും തുറന്നു പറയുന്ന ആളാണ്. ഒരു പോളിസി ഗവൺമെന്റ് എന്ന് വെച്ചാൽ പ്രൈവറ്റ് ബസ്സിനെ നശിപ്പിക്കുക എന്നുള്ളതല്ല. ഇത് രക്ഷപ്പെടുത്താനുള്ള ഒരു കൂട്ടായ ശ്രമം ജീവനക്കാരും മന്ത്രിയും സർക്കാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടെ ചേർന്ന് നടന്ന ഒരു കൂട്ടായ പരിശ്രമമാണ്. അതിനെ കുറച്ച് ചർച്ച നിലപാടൊക്കെ എടുക്കേണ്ടി വരും. അതിനോട് നിങ്ങൾ സഹകരിക്കുക എന്ന് മാത്രമേ പറയാം. വൈക്കത്തേക്കുള്ള സർവീസിന് ചരിത്ര പ്രാധാന്യമുണ്ടെന്ന് തമിഴ്നാട് ഗതാഗത മന്ത്രി SS ശിവശങ്കർ പറഞ്ഞു. Very glad to stay here. It's a glad moment for me. When our Chief Minister visited Vaikam to inaugurate that 100th year of Periyar's struggle movement, that time our MP gave a letter to inaugurate this bus, as our minister told. It is written by hand. I have seen the letter. That day itself our CM forwarded that letter to me and asked me to make it very fast. So within 2 weeks
we are inaugurating this bus. Already our Kerala and Tamil Nadu are brotherly state. Here we are as a brothers, we are sitting on this dais. Like that, in the future days, it will be very useful for Kerala people. തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം സജിമോൻ വർഗീസും ഭാര്യയും ചേർന്ന് ആദ്യ ടിക്കറ്റ് മന്ത്രിമാരിൽ നിന്നും ഏറ്റുവാങ്ങി. CK ആശ MLA അധ്യക്ഷയായി. K ഫ്രാൻസിസ് ജോർജ് MP മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ്, വൈസ് ചെയർപേഴ്സൺ PT സുഭാഷ്, പ്രതിപക്ഷ നേതാവ് S ഹരിദാസൻ നായർ, SCTC മാനേജിംഗ് ഡയറക്ടർ R മോഹനൻ, KSRTC ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ GP പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ക്രാഷ് നിർമ്മാണത്തിന്റെ ഭാഗമായി 2 വീതം മാവ് വക മരങ്ങൾ ജനുവരി 15-ന് 2 മണിക്ക് ലേലം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 048125972279. ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഡ്രൈവർ ഉൾപ്പെടെ ടാക്സി പെർമിറ്റുള്ള MC കാർ വാടകയ്ക്ക് നൽകുന്നതിനുള്ള ടെൻഡർ ക്ഷണിച്ചു. ജനുവരി 13 രാവിലെ 11 മണി വരെ ടെൻഡറുകൾ സ്വീകരിക്കും. ഫോൺ 048125633980. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാമ്പാടിയെ ചുവപ്പണിയിച്ച് CPM കോട്ടയം ജില്ലാ സമ്മേളനം. പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു. 289 ജനപ്രതിനിധികളും 38 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും 5 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും 5 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പങ്കെടുക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ BJP നേരിട്ടത് ഹിന്ദുത്വ രാഷ്ട്രമെന്ന അജണ്ട ലക്ഷ്യമിട്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ ഭരണഘടന വേണമെന്ന് പറയുന്നവർ തന്നെ അംബേദ്കറെ പോലെയുള്ളവരെ വെറുപ്പോടെ കാണുന്നുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ. ക്യാൻസർ റേഡിയേഷൻ ചികിത്സാ സൗകര്യമുള്ള ജില്ലയിലെ ഏക ഗവൺമെന്റ് ആശുപത്രിയായി പാല. പുതുതായി പണിയുന്ന ഓങ്കോളജി ബ്ലോക്കിന്റെ നിർമ്മാണത്തിന് 2.45 കോടി രൂപയുടെ ഭരണാനുമതി തുക അനുവദിച്ചത് MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.